നമസ്കാരം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാൽ പഠിക്കുമെന്ന്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവന്മാരെ അപ്പോൾ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം ഒന്ന് നിവർന്നു നിൽക്കാനുള്ള ബലം തണ്ടല്ലിനെങ്കിലും ഉണ്ടായിട്ടാണ് വെല്ലുവിളിയെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പാകിസ്ഥാനികളുടെ കാര്യം അതാണ്. അവസാനം വായിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരു തുള്ളിനീര് പോലും ഇന്ത്യയോട് യാചിച്ചു നിൽക്കേണ്ട ഗതികേട് ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ടാണ് പാകിസ്ഥാനികളുടെ മുറുമുറുപ്പ്. നിലാവ് കണ്ട് ഓരിയിടുന്ന നായകളെ പോലെയാണ് ഇപ്പോൾ പാകിസ്ഥാനികൾ. ഇന്ത്യയുടെ തിളക്കവും ഉയർച്ചയും കണ്ട് ഓരിയിട്ടത് കൊണ്ട് തൊണ്ടയിലെ അവസാന തുള്ളി വെള്ളം കൂടി വറ്റിപ്പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഇനിയും അറിയില്ല അവർക്ക്. ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടും ചത്ത് മലച്ചിട്ടും ഇന്ത്യയെ തകർത്തു തരിപ്പണമാക്കാമെന്നുള്ള മോഹത്തിന് ഇപ്പോഴും പാകിസ്ഥാനികൾക്ക് അയവൊന്നും വന്നിട്ടില്ല എന്നതാണ് കഷ്ടം. ഇന്ത്യയുമായി യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രസ്താവനയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കത്തെ നേരിടാൻ ജനങ്ങളോട് പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ ആവശ്യപ്പെടുകയും ഒടുവിൽ വെള്ളപ്പൊക്കത്തെ ഒരു അനുഗ്രഹമായി കാണണമെന്ന് പറയുകയും ചെയ്ത് രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ അതേ ആസിഫ് തന്നെയാണ് ഇപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഭരണകാലത്തൊഴികെ ഒരിക്കലും ഇന്ത്യയിൽ ഐക്യമുണ്ടായിരുന്നില്ല എന്ന വിചിത്രവാദവും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്വന്തം വിവരക്കേടുകളുടെ പട്ടികയിൽ പുതിയതായി ചേർത്തിട്ടുണ്ട്. സമ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുമായി യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും ഖ്വാജ ആസിഫ് അഭിമുഖത്തിൽ പറഞ്ഞു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പുണ്ടായി ദിവസങ്ങൾക്കു ശേഷമാണ് ആസിഫിന്റെ പരാമർശങ്ങൾ. ഔറംഗസീബിന്റെ കീഴിലല്ലാതെ ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരിക്കലും ഒന്നായിരുന്നില്ല എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുവെന്നും ദൈവനാമത്തിലാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നും പറഞ്ഞ ആസിഫ്, പാകിസ്ഥാനികൾ പരസ്പരം കലഹിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇന്ത്യയുമായുള്ള പോരാട്ടത്തിൽ ഒരുമിച്ചു നിൽക്കുമെന്നും കൂട്ടിച്ചേർത്തു. ആസിഫ് ഏത് സ്കൂളിൽ ഏത് അധ്യാപകന്റെ കീഴിലാണ് ഇത്തരമൊരു ചരിത്രം പഠിച്ചത് എന്നറിയില്ല. മതപഠനം കൊണ്ട് മാത്രം വിവരമുണ്ടാകില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം പാകിസ്ഥാനിലെ ആസിഫ് ആണ് എന്ന് പറയാതെ വേറെ നിവർത്തിയുമില്ല. ഇമാതിരി ചരിത്രബോധം കണ്ടാൽ ഇതല്ലാതെ വേറെന്തു പറയാം? ചരിത്രം തിരുത്തി കുറിക്കുന്നവർ എന്നൊക്കെ പറയുന്നത് ചരിത്രം വളച്ചൊടിച്ചും തോന്നിയതൊക്കെ എഴുതി പിടിപ്പിച്ചും മാറ്റിപ്പറഞ്ഞും തിരുത്തുന്നവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് എന്നാണോ ഇനി ആസിഫിനെ പോലെയുള്ള പാകിസ്ഥാനികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നും അറിയില്ല. ഇന്ത്യയുമായി വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും പാകിസ്ഥാൻ അതിനായി സജ്ജമായിരിക്കേണ്ടതുണ്ട് എന്നും ഖ്വാജ ആസിഫ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ദൈവഹിതമുണ്ടെങ്കിൽ ഇത്രകാലം ഉണ്ടായതുപോലെ ആകില്ല എന്നും തങ്ങൾക്കായിരിക്കും യുദ്ധത്തിൽ നേട്ടമുണ്ടാവുകയെന്നും പാക് മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാന് നേട്ടമല്ല കോട്ടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലെങ്കിലും ഒരു ബോധമുണ്ടായി എന്നത് പറയാതെ പറയുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിഷ്പക്ഷ രാഷ്ട്രങ്ങളുടെ പിന്തുണ പാകിസ്ഥാൻ അനുകൂലമായിട്ടുണ്ടെന്നും ആസിഫ് അവകാശപ്പെട്ടു. ഇന്ത്യക്ക് പിന്തുണ ഏകിയിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണെന്നും ഇത് കാലങ്ങളോളം ഇന്ത്യയെ അലട്ടുമെന്നും പാക് മന്ത്രി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടിയെ ആസിഫ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചു. ഇന്ത്യയുടെ പ്രകോപനങ്ങൾക്ക് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് ആയിരിക്കാമെന്നും പാകിസ്ഥാൻ ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് ആരംഭിച്ചതിനു ശേഷം മോദിയുടെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട് എന്നും ആസിഫ് വാദിക്കുന്നുണ്ട്. കടുത്ത മോദി അനുകൂലികൾ പോലും ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുകയാണ് എന്നും ആസിഫ് അവകാശപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനു ശേഷം CNN നൽകിയ അഭിമുഖത്തിൽ ആക്രമണത്തിനിടെ പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ ആസിഫ് ശ്രമിച്ചിരുന്നു. തെളിവ് ചോദിച്ചപ്പോൾ ഇതെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ട് എന്നും ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല ഇന്ത്യയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞ ആസിഫ് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കാശ്മീരിലാണ് വീണതെന്നും അവകാശപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ രേഖ ചോദിച്ചപ്പോൾ രേഖയുണ്ടതേ എന്റെ കയ്യിലോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ സിനിമാ ഡയലോഗിലും കഷ്ടമാണ് പാകിസ്ഥാനികളുടെ കാര്യമെന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച